ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പം വിനീത മനസ്സുണ്ടാവണം. ചുങ്കക്കാരനും പരിസയനും പ്രാർത്ഥിക്കാൻ പോയില്ലേ? ദേവാലയത്തിൻ്റെ ബലിപീഠത്തിൻ്റെ മധുബഹയുടെ അടുത്തെത്തി നിന്നുകൊണ്ട് പരിസയൻ അവൻ്റെ ജീവിതത്തിൻ്റെ വലുപ്പങ്ങളെ അവതരിപ്പിക്കുമ്പം, ജീവിതത്തിൻ്റെ കൊടുക്കലുകളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുമ്പം, അവൻ്റെ ജീവിതത്തിൻ്റെ ശ്രേഷ്ഠതയെ അവതരിപ്പിക്കുമ്പം, പാവപ്പെട്ട ചുങ്കക്കാരൻ ബലിപീഠത്തിലേക്ക് കണ്ണുയർത്താൻ പോലും ആവാതെ തൻ്റെ ബലഹീനതകളെ ഏറ്റുപറഞ്ഞ് വിനീത മനസ്സോടെ ആ പ്രാർത്ഥനയെ പുണ്യമാക്കി. ഇക്കാലത്തിൻ്റെ ഏറ്റവും വലിയ സങ്കടമാണ്, നമുക്ക് എന്തോ ആണെന്ന് കരുതിയിട്ടാണ് എന്തിലും ഏതിലും പങ്കാളിയാകുന്നത്. എന്നാൽ പരിശുദ്ധ കുർബാനയോട് ബന്ധപ്പെടുത്തി അതിലെ പങ്കാളിത്തത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രഥമവും പ്രധാനവുമായ കാര്യം വിനീത മനസ്സോടെ വേണം കുർബാനയിൽ പങ്കെടുക്കാൻ. ഇത്രയും കൂടെ പ്രായോഗികമായിട്ട് പറഞ്ഞാൽ എൻ്റെ ബുദ്ധിയെ പണയം വെച്ചിട്ട് വേണം. അതുകൊണ്ടാണ് തോമസ് അക്വിനാസ് പുണ്യവാൻ പറഞ്ഞ്, ബുദ്ധി കൊണ്ട് നിനക്ക് ഈ കുർബാന എന്ന മഹാരഹസ്യത്തെ മനസ്സിലാക്കാൻ എത്ര ശ്രമിച്ചാലും സംശയത്തിൻ്റെ, സന്ദേഹത്തിൻ്റെ ഒരു പിടി കാര്യങ്ങളുണ്ടാകും. എന്നാൽ ബുദ്ധിക്കപ്പുറം തമ്പുരാൻ്റെ മുമ്പിൽ വിനീത മനസ്സോടെ ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിക്കുകയും അതിനെ രൂപപ്പെടുത്തുകയും ചെയ്ത ദൈവത്തിന് ചില നിഗൂഢതകളുണ്ട് എന്ന് ബോധ്യപ്പെടുത്തണം. എല്ലാം അതിൻ്റെ ലോജിക്കിൽ ഇഴ കീറി പരിശോധിച്ച് വിശ്വസിക്കൂ എന്ന് ഏറ്റുപറയുന്നത് മണ്ടത്തരല്ലേ? അതുകൊണ്ട് വിനീത മനസ്സോടെ വേണം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ. പരിശുദ്ധി അമ്മ ഈ കുർബാനയെ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങിയ ആത്മീയതയെ ലൂക്കാ സുവിശേഷത്തിൽ നാം അതിൻ്റെ ചൈതന്യത്തെ വിടർത്തിയൊന്ന് പരിശോധിച്ചാൽ അതിൻ്റെ മർമ്മം എന്ന് വേണമെങ്കിൽ അമ്മയുടെ താഴ്മയെക്കുറിച്ച് പറയാം. അമ്മയുടെ ആ താഴ്മയിലാണ് സ്വർഗം പ്രസാദിക്കേണ്ടത്. ദൈവപുത്രൻ്റെ അമ്മയാകാനായിട്ട് യോഗ്യതയൊന്നുമേ ഇല്ലെന്ന് ഏറ്റുപറയാനായിട്ട്. എന്നിട്ട് പരിശുദ്ധി അമ്മ ആ തിരിച്ചറിവിനെ സ്തോത്രഗീതത്തിൽ ദൈവം തൻ്റെ താഴ്മയെ കടാക്ഷിച്ചു. തൻ്റെ യോഗ്യതകളെ ഒന്നുമല്ല, യോഗ്യത എനിക്കുണ്ടായിരുന്നിട്ടുമല്ല, ദൈവം ഒരു പ്രത്യേക ഔദാര്യം എൻ്റെ ജീവിതത്തിൽ കാണിച്ചു എന്നൊക്കെ പറയും. അതുകൊണ്ടാണ് വിനീതരെ ഉയർത്തുന്ന ദൈവത്തെക്കുറിച്ചും ഒരു പരിശുദ്ധി അമ്മ സ്തോത്രഗീതത്തിൽ വിളിച്ചു പറയും. സങ്കീർത്തനം 51:17 പറയുന്നില്ലേ, വിനയമുള്ള മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി. അപ്പം വിനീതമായ മനസ്സോടെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം. ട്രെൻഡ് കൗൺസിൽ ഇങ്ങനെ പറഞ്ഞു വെക്കുക, വിശുദ്ധ കുർബാന തികഞ്ഞ പരിശുദ്ധിയോടും അത്യഗാധമായ ആദരവോടും കൂടെ നാം പങ്കെടുക്കണം, ചൊല്ലണം. അതായത് കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ഉണ്ടായിരിക്കേണ്ടത് വലിയ സ്നേഹം, വലിയ പരിശുദ്ധി, അഗാധമായിട്ടുള്ള ആദരവ്. എന്നുവെച്ചാൽ അതാ വിശുദ്ധരൊക്കെ പറയണേ, വിശുദ്ധ കുർബാനയെ ജോൺ മരിയ വിയാനി പുണ്യവാൻ പറയും, വിശുദ്ധ കുർബാനയെ നീ ശരിക്കും മനസ്സിലാക്കിയാൽ നീ ആനന്ദം കൊണ്ട് മരിച്ചു. മുട്ടുകുത്തി കുർബാന സ്വീകരിച്ച ഒരുപിടി വിശുദ്ധരുണ്ടായിരുന്നു. കാരണം എന്താ? ഇത്രയ്ക്കു വലിയ അത്ഭുതത്തെ സ്വീകരിക്കുമ്പം എനിക്കങ്ങനെ അലക്ഷ്യമായി നിൽക്കാനാവില്ല. ചില ആളുകളൊക്കെ ദേവാലയത്തിൽ നമ്മൾ വിശുദ്ധ കുർബാന കൊടുക്കാനൊക്കെ പോകുമ്പം ഒരു കൂസലുമില്ലാതെ അവിടെ പടിഞ്ഞ് ഇരിക്കുന്നതൊക്കെ കാണുമ്പം സങ്കടം വരും. അങ്ങനെയൊക്കെ ഈ കുർബാനയെ അവഹേളിക്കുന്ന, സങ്കടപ്പെടുത്തുന്ന ഒരു കാലത്ത് കുറേ പേരെങ്കിലും ജീവനുള്ള സാന്നിധ്യത്തെ മനസ്സിലാക്കുന്ന വിധത്തിൽ കുർബാനയെ സ്നേഹിക്കാൻ, പ്രത്യേകിച്ചും വിനീത മനസ്സോടെ കുർബാനയെ സമീപിക്കാൻ ശ്രമിച്ചാൽ അത്ഭുതമായി. ചിന്തകശൻ പറയാണ്, വിശുദ്ധ കുർബാന നമ്മുടെ അഹങ്കാരത്തിന് പരിഹാരവും ഔഷധവുമാകുന്നില്ലെങ്കിൽ പിന്നെ എവിടെയാണ് അതിന് പരിഹാരം കിട്ടുക? അഹങ്കാരത്തെ പരിഹരിക്കാനായിട്ട്, അഹന്തയില്ലായ്മ ചെയ്യാനായിട്ട് കുർബാനയാണ് ഏറ്റവും നല്ല ബലം. ഏതെങ്കിലും വ്യക്തിയുടെ ജീവിതത്തിൽ കഴിവിനെക്കുറിച്ചോ സമ്പത്തിനോട് ബന്ധപ്പെടുത്തിയോ സൗന്ദര്യമോ മറ്റേതെങ്കിലും അളവുമാനങ്ങളോ ഒക്കെ വലുപ്പത്തിൻ്റെ ശ്രേഷ്ഠതയുടെ ഭാഗമായി ചിന്തയിലുണ്ടെങ്കിൽ ഏറ്റവും നല്ല മാർഗം പരിശുദ്ധ കുർബാനയോട് ചേർന്ന് ആ ഒരിടത്തെ വിശുദ്ധീകരിക്കുക. അഹങ്കാരത്തെ എടുത്തു മാറ്റുന്ന അത്ഭുതമാണ് ഈ പരിശുദ്ധ കുർബാന. സ്വന്തമെന്ന് അവകാശപ്പെടാൻ നമുക്ക് എന്താ ഉള്ളേ? 1 കൊരിന്ത്യർ 4:7 വിശുദ്ധ പൗലോസ് പറയും, എല്ലാം ദാനമാണ്, എല്ലാം ദാനമാണ്. പരിശുദ്ധ കുർബാനയാണ് സ്വർഗം നൽകിയ ഏറ്റവും വലിയ ദാനവും സമ്മാനവും. വീണ്ടും പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, വിനീതൻ്റെ പ്രാർത്ഥന മേഘങ്ങളെ തുളച്ചു കയറും. വിനീതൻ്റെ പ്രാർത്ഥനയാണ് മേഘങ്ങളെ പോലും തുളച്ചു കയറാൻ പര്യാപ്തമാകുന്നത്. അമ്മ ത്രേസ്യ പറയാണ്, ഏറ്റവും ഗാഢമായി എളിമപ്പെടുത്തിയപ്പോഴാണ് ദൈവത്തിൽ നിന്ന് ഏറ്റവും വലിയ കൃപയൊക്കെ ലഭിച്ചത്. ഏറ്റവും ഗാഢമായിട്ട് എളിമപ്പെടുത്തിയപ്പം വലിയ കൃപകൾ കിട്ടി. അപ്പം പരിശുദ്ധ കുർബാന എന്ന മഹാകൃപ കിട്ടാൻ ഏറ്റവും നല്ല മാർഗം താഴ്മയോടെ, എളിമയോടെ, നമ്മുടെ ശരീരഭാഷയിലും നമ്മുടെ സമീപനത്തിലും നമ്മുടെ വാക്കിലും ഒക്കെ എന്തുണ്ടാവണം?
ദൈവത്തിൻ്റെ മഹാകാരുണ്യം ഒഴുകിയതിനെ ഓർത്തെടുക്കാൻ, ദൈവത്തിൻ്റെ അനന്ത കൃപയെ തിരിച്ചറിയാൻ നമുക്ക് സാധ്യമാവണം. അതുകൊണ്ടാണ് സീനായിലെ വിശുദ്ധ കാതറിൻ പറയുകയാണ്, പ്രലോഭനങ്ങളെ നേരിടാനായിട്ടുള്ള എനിക്ക് ലഭിച്ച ഏറ്റവും നല്ല മാർഗം ഞാൻ എളിമയെ അഭ്യസിച്ചു. അപ്പം പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ പോലും പര്യാപ്തമാകുന്നത് എളിമയുടെ അഭ്യാസനമാണെങ്കിൽ, വിശ്വാസത്തോടു കൂടിയിട്ടൊരു വിശുദ്ധ കുർബാനയിലൊരു വിശ്വാസി ഈ താഴ്നിലത്തെ നീരോടു അവിടെ ദൈവം തുണയുള്ളൂ എന്ന ആത്മീയ ചിന്തയോടുകൂടെ, പരിശുദ്ധ അമ്മയുടെ മനോഭാവത്തോടെ, വിശുദ്ധ യോസേപ്പിൻ്റെ ആത്മീയതയോടെ, വിശുദ്ധരൊക്കെ പഠിപ്പിച്ച പുണ്യജീവിതത്തിൻ്റെ എളിമ നിലപാടോടു കൂടിയിട്ട് ജീവിക്കാൻ തീരുമാനിച്ചാൽ, ചിന്തിക്കാൻ കഴിയാത്ത വിധം നമ്മുടെ ജീവിതയാത്ര കുർബാനയോട് ചേർന്ന് അനുഗ്രഹമായി മാറും. നമുക്കും വിനീത മനസ്സോടെ കുർബാനയിൽ പങ്കെടുക്കാം. നമ്മുടെ വലിപ്പങ്ങളൊക്കെ വിട്ടുപേക്ഷിക്കാം. രാജാതിരാജൻ്റെ മുൻപിൽ, സ്വർഗങ്ങളുടെ അതിനാഥൻ്റെ മുൻപിൽ, സ്വർഗത്തിന് പോലും അവിടത്തെ ഉൾക്കൊള്ളാൻ സാധ്യമല്ല എന്നൊക്കെ രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 8:27 പറയും. അതിമനോഹരമായിട്ടുള്ള പള്ളി പണിതിട്ട് സോളമൻ രാജാവ് പറയാണ്, സ്വർഗത്തിന് പോലും നിന്നെ ഉൾക്കൊള്ളാനാവാതിരിക്കുമ്പം ഞാൻ പണിത പള്ളിയിൽ ഈ ദിവ്യകാരുണ്യത്തിൽ നീ വരുമോ? സത്യമല്ലേ പ്രിയപ്പെട്ടവരെ? അത്രയ്ക്ക് ശ്രേഷ്ഠമായ ഈ പരിശുദ്ധ കുർബാനയിൽ നമുക്ക് വിനീത മനസ്സോടെ പങ്കെടുക്കാം. നമ്മുടെ ശരീരഭാഷ മുഴുവനും അതിന് ഇണങ്ങുന്നതാവട്ടെ. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഈശോയെ, വിനീത മനസ്സോടെ വിശുദ്ധ കുർബാനയെ ലോകത്തിന് കൊടുക്കാൻ, അഭിഷേകത്തോടെ കുർബാനയിൽ ചേരാൻ, പ്രാർത്ഥനകളോടും സഭ കൽപ്പിക്കുന്ന നിയതമായ ശരീര നിലപാടോടും ചേർന്ന് കുർബാനയിൽ പങ്കെടുക്കാൻ ഞങ്ങളെ സഹായിക്കണേ, അനുഗ്രഹിക്കണേ ഈശോയെ. ചുങ്കക്കാരൻ്റെ മനസ്സോടെ നിൻ്റെ ബലിയിൽ നിന്ന് ആവോളം പുണ്യം സ്വന്തമാക്കാൻ ശക്തിപ്പെടുത്തണേ. പരിശുദ്ധ അമ്മയിൽ വിളങ്ങിയ എളിമയെന്ന പരമപുണ്യം കൊണ്ട്, വിനീത മനസ്സുകൊണ്ട് ബലിയെ സ്വീകരിക്കാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണേ. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.